ദൈവനാമം വാഴ്ത്തപ്പെട്ടുമാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ബഹളങ്ങളുടെ നടുവിൽ ഭയം ഇല്ലാതെ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഉറക്കം നടിക്കുന്ന യോനയെ കണ്ടു. എന്നാൽ കപ്പൽക്കാർ യോനയെ ഉണർത്തി. ആരുടെ മൂലം ഈ അനർത്ഥം ഉണ്ടായി എന്നറിയാൻ കപ്പൽക്കാർ ചീട്ട് ഇട്ടു നോക്കി. ചീട്ട് യോനയ്ക്ക് വീണു. അവർ അവനോട് അവൻ്റെ നാടും വീടും ജോലിയും ഒക്കെ ചോദിച്ചു. യോന സത്യസന്ധമായ ഉത്തരം പറഞ്ഞു. വളരെ ഗർവോടെ പറഞ്ഞു, ഞാനൊരു ഗബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. യോന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോവുകയാണ് എന്നവരറിഞ്ഞിട്ട് സമുദ്രം അടങ്ങുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവനോട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കപ്പൽ പ്രമാണി പറയുന്നു. എന്നിട്ടും യോന മാനസാന്തരപ്പെട്ടില്ല, പ്രാർത്ഥിച്ചില്ല. പ്രവാചകന്റെ ദൈവം, ജീവനുള്ള ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, കടലിനെയും കാറ്റിനെയും ശാന്തമാക്കുവാൻ കഴിവുള്ളവനെന്ന് കപ്പൽക്കാർ മനസ്സിലാകത്തക്കവണ്ണം യോന ദൈവത്തോട് അപേക്ഷിച്ചില്ല. കിട്ടിയ അവസരം തക്കത്തിൽ ഉപയോഗിച്ചില്ല. യോന പ്രാർത്ഥിച്ചില്ല, ദൈവത്തോട് നിരന്നില്ല, ധിക്കാരം ഉപേക്ഷിച്ചില്ല. തന്നെ എടുത്ത് കടലിലിടാൻ പറയുന്നു. കാരണം കോപത്താൽ അവൻ താൻ ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനാണെന്നുള്ള കാര്യം മറന്നുപോയി. സ്വർഗീയ ദൈവമായ യഹോവയെ ഭജിച്ചു വരുന്ന യോന ദൈവസന്നിധി വിട്ടോടുകയാണ്. തൻ്റെ കുറ്റം, പാപം, അതിൻ്റെ ഭരണതഫലം മനസ്സിലാക്കുന്നു എങ്കിലും മനസാന്തരപ്പെടുകയോ മനം തിരികെയോ ചെയ്യുന്നില്ല. താൻ മരിച്ചാലും നിനവേക്ക് പോകത്തില്ല എന്ന് നിശ്ചയിക്കുന്നു. 1 അധ്യായം 12 വാക്യം. എൻ്റെ നിമിത്തം ഈ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അത് ശമിക്കാൻ തന്നെ എടുത്ത് കടലിലിടാൻ പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും മിഥ്യാമൂർത്തികളെ ഭജിക്കുന്ന അവിശ്വാസികളെക്കാൾ തരം താണുപോകുന്ന അവസരങ്ങൾ ഉണ്ടാക്കുന്നു. യോന തന്നെ എടുത്ത് വെള്ളത്തിലിടാൻ പറഞ്ഞുവെങ്കിലും ദൈവത്തെ അറിയാത്ത കപ്പൽക്കാർ അവനെ എടുത്ത് വെള്ളത്തിലിടാൻ മടിക്കുന്നു. ഒരുപക്ഷെ കപ്പൽക്കാർ കരുതി കാണും യോന വല്ല ആത്മഹത്യക്കും ഉരമ്പെട്ട് ഇറങ്ങിയതായിരിക്കുമെന്ന്. അവർ ടിക്കറ്റ് എടുത്ത് കപ്പലിൽ കയറിയ യോനയെ, ജീവനുള്ള ദൈവത്തെ ഭജിക്കുന്ന ഹെബ്രായനെ, എങ്കിലും കരയിലെത്തിക്കാൻ നോക്കി. എങ്കിലും സാധിച്ചില്ല. 1:14 കപ്പൽക്കാർ യഹോവയോട് നിലവിളിച്ചു പറയുന്നു, ഈ മനുഷ്യൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോരുതേ. നിർദോഷ രക്തം ചൊരിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരരുതേ. നിനക്കിഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. കപ്പൽക്കാർ അവനെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടു. കാറും കോളും കടലും ശാന്തമായി. കപ്പൽക്കാർ വളരെ ഭയപ്പെട്ടു. 1:15 സമുദ്രം ശാന്തവുമായി. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി ശാന്തത വന്നത് കണ്ട് അവർ സന്തോഷിച്ചു. അവർ യഹോവയെ ഭയപ്പെട്ടു, യഹോവയ്ക്ക് യാഗം കഴിച്ചു, നേർച്ചകൾ നേർന്നു. ഇവിടെ കപ്പലിൽ കേവലം ഒരു ദൈവവിശ്വാസി മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ യോന ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. ആപത്ത് സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് ആശ്വാസദായകരായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന നമ്മുടെ സാക്ഷ്യം ഏതവസരത്തിലും ദൈവമില്ല എന്ന് പറയുന്നവരുടെ മുമ്പിലും മിഥ്യാമൂർത്തികളെ ആരാധിക്കുന്നവരുടെ മുൻപിലും അവർക്ക് ആശ്വാസത്തിനായി ഭവിക്കാനാണ്.